ഹലോ! അപ്പൊ എല്ലാവർക്കും പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ പെരുന്നാളിന്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ. അപ്പൊ ദാ അന്ന് രാവിലെ അന്നെന്ന് വെച്ചാൽ നമുക്ക് സൺഡേ ആയിരുന്നല്ലോ ഇവിടെ പെരുന്നാൾ. അപ്പൊ ദാ രാവിലെ തന്നെ ഞാൻ ജസ്റ്റ് പോയി നമ്മൾ അന്ന് വീട്ടിലായിരുന്നു കേട്ടോ. കാര്യം ചേട്ടൻ അന്ന് ജസ്റ്റ് എമർജൻസി ഒരു വർക്കിന് പോകണമായിരുന്നു. അപ്പൊ ഞാനും അമ്മയും മോളും ഉള്ളായിരുന്നു. അപ്പം ഞാൻ നേരെ പോയി നെസ്റ്റോയിൽ പോയി കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വെച്ചു. കുറച്ച് നമ്മൾ ബീഫ് ബിരിയാണിയൊക്കെ വെക്കാൻ കേട്ടോ വെച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രാവിലെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും ദേ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ ഉണ്ടാവുന്ന ആ ഒരു തിരക്കില്ലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ദാ കുറേ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിനൊക്കെ പോകുമ്പോൾ നമ്മളിപ്പം ഓരോ ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കുന്ന അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെ ദാ നേരെ വന്നു. ബീഫാട്ടോ മേടിച്ചത്. ബീഫും മേടിച്ചു നേരെ വന്നു. കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ ഒരുപാടൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ ആക്കി നേരത്തെ പോവാന്ന് വെച്ചു. അപ്പം വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. നോർമലി ഈ സമയത്തൊക്കെ നല്ല തിരക്കുള്ള ആണല്ലോ. പക്ഷെ അന്ന് പെരുന്നാളിൻ്റെ അന്നൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊക്കെ കുറവായിരുന്നു. അങ്ങനെ ദാ വീട്ടിൽ വന്നു. വന്ന ടൈമിൽ ഞാനും മോളും കൂടി കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ അമ്മ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഈ ചുവന്ന പുട്ടില്ലേ, അതും പഴവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതും ഒക്കെ കഴിച്ചു രാവിലെ. അത് കഴിഞ്ഞ് ദാ ബിരിയാണിയുടെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബീഫ് ദാ കുക്കറിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. മോളും ഞാനും ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാ ബിരിയാണിയും സെറ്റ് ചെയ്ത് ഫുൾ ദമ്മാക്കിയിട്ട് നമ്മൾ ഒരു 1 1/2 മണിക്കൂർ മുമ്പേ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ദമ്മൊക്കെ ഇട്ട് വെച്ചു. അങ്ങനെ ചേട്ടൻ എത്തിയതിന് ശേഷം കേട്ടോ നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കാറ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഫുഡ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീഫ് ബിരിയാണി ഫസ്റ്റ് ടൈമാണ് കേട്ടോ വെക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി വെക്കുന്നത് ചിക്കൻ ബിരിയാണി ആണല്ലോ. അപ്പോൾ ഇത്തവണ നമ്മൾ എന്തായാലും പെരുന്നാളായിട്ടൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു കേട്ടോ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചണക്കല്ലായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഒരു കുറച്ച് കോൺഫിഡൻസ് ആയിട്ടോ ബീഫ് ബിരിയാണിയിൽ. അങ്ങനെ ദാ നമുക്ക് പ്ലേറ്റിലൊക്കെ നമ്മളിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം നമുക്ക് മൂന്നുപേർക്കും ഓരോ പ്ലേറ്റിലും ഇട്ടു. മോക്കൊരു കുഞ്ഞി പ്ലേറ്റിലും ഇട്ടു. പിന്നെ ദാ ഇത് അനുവിൻ്റെ വക സ്പെഷ്യൽ പായസമായിരുന്നു. അനു എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാട്ടോ. അവള് രാവിലെ പായസമൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പം ദാ എൻ്റെ ചിങ്കാരി ബിരിയാണി റൈസ് ഒരു ഇത്തിരി പോലും കഴിച്ചു. അവൾ എന്നിട്ട് പപ്പടമാണ് കേട്ടോ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്ന് വെച്ചു. ഒന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വെച്ചു. പിന്നെ ദാ ചേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് കാണിച്ചിട്ടുള്ളൂ. അപ്പം ദാ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ആ സെയിം പ്ലേറ്റിൽ തന്നെ ഞാൻ ദാ പായസം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല അട അല്ല, എന്താണ് പാലടയില്ലേ, അതായിരുന്നു. അപ്പം അത് ഞാനും മോളും കൂടി ദാ ഇരുന്ന് ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അനുവിൻ്റെ പായസവും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നോർമലി രാവിലെ പായസം വെക്കാന്ന് വെച്ചേ, പക്ഷെ അനു വെച്ചോണ്ട് വെച്ചില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ദാ മോളെയൊക്കെ ഒന്ന് റെഡിയാക്കി. റെഡിയാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു. വേറെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ഒന്ന് പോകാമെന്ന് വെച്ചു. അങ്ങനെ ദാ മോക്കൊരു ഇതൊക്കെ നമ്മൾക്ക് അവൾക്ക് നാട്ടിൽ നിന്നൊക്കെ കിട്ടിയ ഫ്രോക്കുകളാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് ഇട്ടൊക്കെ കൊടുത്തു. അവളെ ഒരുക്കി നമ്മളിതാ പോവാന്ന് വെച്ചു. ഇവക്കിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നപ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ കേട്ടോ. ചുമ്മാ വന്നിട്ട് ടാറ്റ പറയും, ഉമ്മ പറയലൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ ദാ നമ്മൾ മൂന്നുപേരും കൂടി നേരെ നമ്മുടെ ഷെയ്നിക്കാൻ്റെ വീട്ടിലാട്ടോ പോയത്. അപ്പം ദാ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെ ഉച്ചയ്ക്ക് വിളിച്ചായിരുന്നു പെരുന്നാളായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, ചേട്ടന് സൈറ്റിൽ പോകണതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മളിതാ നൈറ്റാണ് കേട്ടോ അവിടെ വന്നത്. അങ്ങനെ അവിടെ വന്ന് കുറേ നേരം അവരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പം നമ്മുടെ മോക്ക് ഇപ്പം അവളെല്ലാവരും അങ്ങനെ കാണാത്തോണ്ട് കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് കേട്ടോ ആളുകളെയൊക്കെ കാണുമ്പോൾ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സെറ്റാവും. എന്താ അവർ തമ്മിൽ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് അന്ന് അവിടെ അവർ ഉണ്ടാക്കിയത് നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. മട്ടനോട് എനിക്കിങ്ങനെ വലിയ താല്പര്യമില്ലാത്തതാണ്. താല്പര്യമില്ലെന്നല്ല, എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതേ താല്പര്യമില്ല. പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയിലായിരുന്നു. അപ്പം മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ, അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഡെസേർട്ടിനായിട്ട് നല്ല ഐസ്ക്രീം ഉണ്ടായിരുന്നു, പിസ്ത ഫ്ലേവറിലെ പിസ്തയുടെ ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം അവരായിട്ടൊക്കെ നിന്ന് സംസാരിക്കുകയും കുറേ നേരം അവിടെ ഇരുന്നു. നമ്മൾ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ ഇറങ്ങിയത് പിന്നെ അവിടുന്ന്. അങ്ങനെ പിന്നെ ഇതാ ഇത് മോള്, ഇക്കാടെ മോളാട്ടോ. അപ്പൊ അവള് ഇങ്ങനെ വീഡിയോയിലൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറേ നേരം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു എനിക്കൊന്ന് 10:30 കഴിഞ്ഞാണ് ആ ടൈമിലാട്ടോ നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ ദാ അവിടുന്ന് നേരെ ലെഫ്റ്റൊക്കെ കയറി താഴെ വന്നു.
അപ്പൊ താഴെ എത്തിയപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഷെനിക്കാടെ വീട്ടിൽ ചെന്ന് നമ്മൾ പരിചയപ്പെട്ട കേട്ടോ. അപ്പൊ ദാ ഈ സുരാജേട്ടനും സുരാജേട്ടന്റെ വൈഫ് അമ്പിളി എന്ന് പറയുന്ന ചേച്ചിയുണ്ടായിരുന്നു. അപ്പൊ അവരെയും കണ്ടു, കുറച്ചു നേരം അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നേരെ ഫ്ലാറ്റിൽ വന്നു. അപ്പൊ അത്ര ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ പെരുന്നാളിന്റെ അന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.